നിങ്ങളെല്ലാവരും ബിസിനസ് ചെയ്യുന്നവരാണ്. ആ ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യങ്ങളെ പറ്റി സംസാരിക്കാനാണ് ഈ ഒരു ചാനൽ എപ്പോഴും ഉള്ളത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, പക്ഷേ പലരും അംഗീകരിക്കാത്ത ഒരു സത്യത്തെ പറ്റിയിട്ടാണ്. നിങ്ങൾ എത്ര പേര് ബിസിനസ് ചെയ്യുന്നു എന്നതിനേക്കാളും നിങ്ങൾ എത്ര പേര് ബിസിനസ്സിൽ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ള ചോദ്യം ചോദിക്കാനാണ് എനിക്ക് ഫസ്റ്റ് താല്പര്യം. കാരണം പലരും മനസ്സിലാക്കാത്ത ചില സത്യങ്ങളെ പറ്റി ഞാൻ ഇന്ന് പറയാൻ പോവുകയാണ്. കേട്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് തമാശയായി തോന്നും, പക്ഷേങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾ അറിയാം. ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും, ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും, എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്: സക്സസ് ആവുക എന്നതാണ് ബിസിനസ് കൊണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നത് കാര്യം കൊണ്ടാണ് ബിസിനസ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ പലരും മിക്ക ആൾക്കാർക്കും അത് പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയമുള്ള കാര്യം. എന്തുകൊണ്ടായിരിക്കും അത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? ഇതൊന്ന് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ സെഷന്റെ ഉദ്ദേശം. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളൊന്നൊരു പെന്നും പേപ്പറും വെച്ച് എഴുതി നോക്കുക. ഇതിൽ എത്രത്തോളം നിങ്ങളുമായി ചേർന്ന് നിൽക്കാൻ പറ്റുന്നു എന്ന് നിങ്ങൾ ഒന്ന് വിശകലനം ചെയ്യുക. കാരണം സാധാരണ ക്ലാസ്സുകൾ എടുക്കുന്നതിനേക്കാൾ വ്യത്യസ്തമാണ് ബിസിനസ് ക്ലാസ്. ബിസിനസ് ക്ലാസ് ഇസ് എ കോൺസെപ്റ്റ് ആൻഡ് ഇറ്റ്സ് എൻ ആക്ഷൻ ഓറിയന്റഡ് ക്ലാസ്. ബിസിനസ്സിൽ എപ്പോഴും ആക്ഷനാണ് പ്രാധാന്യമുള്ളത്. അതും മൈൻഡ് സെറ്റ് വിത്ത് ആൻ ആക്ഷൻ ആകുമ്പോൾ മാത്രമാണ് ബിസിനസ് സക്സസ് ആവുക. നമ്മൾ ഓരോ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ മൈൻഡും ആക്ഷനും ഒരുപോലെ അലൈൻമെന്റ് ആയാൽ മാത്രമേ ആ ബിസിനസ് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. അത് വളരെ കൃത്യമായ കാര്യമാണ്. പക്ഷേ മിക്ക ആൾക്കാരുടെ വിഷയം, അവര് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ മൈൻഡ് അതിനനുസരിച്ച് സെറ്റ് ആവുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തെ കൃത്യമായി പാകപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ബിസിനസ് മാസ്റ്ററി ഹബിന്റെ ഒരു പ്രഥമമായ ലക്ഷ്യം എന്നറിയുക. നമ്മൾ ഒരു ചോദ്യം ഞാൻ ചോദിച്ചു ആദ്യം തുടങ്ങുമ്പോൾ തന്നെ, അതിന് ഉത്തരം പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ജസ്റ്റ് നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ കണ്ട സ്വപ്നത്തോളം ഇന്ന് നിങ്ങളുടെ ബിസിനസ് എത്തിയിട്ടുണ്ടോ എന്നുള്ള ആദ്യത്തെ ചോദ്യത്തിന് നിങ്ങളൊന്ന് മറുപടി പറയുക. അതിനനുസരിച്ച് വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ. ക്ലാസ് എന്നിട്ട് മാത്രമേ തുടങ്ങുകയുള്ളൂ. നിങ്ങൾ എല്ലാവരും ഒന്ന് താഴെ ചാറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ സ്വപ്നം പോലത്തെ ആണോ ഇന്ന് എത്തിയിട്ടുള്ളത് എന്നത്. നിങ്ങൾക്ക് യെസ് ഓർ നോ എന്ന് കമന്റ് ചെയ്യാം. 1 2 3 4 കമോൺ, എല്ലാവരും കമന്റ് ചെയ്യൂ. ചാറ്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. യെസ്, നിങ്ങൾ എല്ലാവരും പറഞ്ഞിരിക്കുന്ന ഉത്തരം കൃത്യമായി എനിക്കറിയാം, അത് കൃത്യമായി മനസ്സിലാക്കുന്നുമുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിക്കാം. ഇതിനും കൂടി നിങ്ങൾ വളരെ പേഷ്യൻ്റ് ആയിട്ട് ഉത്തരം പറയണം. കാരണം നിങ്ങളൊരു ബിസിനസ് സക്സസ് ആക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇതിന് രണ്ടിനും ഉത്തരം പറയുക തന്നെ വേണം. നിങ്ങളുടെ ബിസിനസ് ഇന്ന് ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഒന്നാമത്തത്, അത് 1 2 3 4 5 ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി. നിങ്ങളുടെ ബിസിനസ് ഇന്ന് ഏത് സ്റ്റേജിലാണ്? ഒന്നാമത്തത് സ്ട്രഗിളിംഗ് ആണ്. രണ്ടാമത്തത് ജസ്റ്റ് സർവൈവിംഗ് ആണ്. മൂന്നാമത്തെ ആവറേജ് ആയിട്ട് ബിസിനസ് നടക്കുന്നു. നാലാമത്തെ ഗ്രോയിങ് ആണ്. അഞ്ചാമത്തെ സ്റ്റേബിൾ ആൻഡ് കോൺഫിഡന്റ് ആണ്. ഇതിലേതാണ് നിങ്ങളുടെ ആൻസർ എന്ന് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തു. 1 2 3 4 5. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ എല്ലാവരും ഉത്തരം പറഞ്ഞിട്ടുണ്ടാവുക. ആദ്യത്തതിന് നോ എന്നും രണ്ടാമത്തതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞിരിക്കുക 1 2 3 4 എന്നതിൽ ഏതെങ്കിലും ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യം, നിങ്ങൾ ഒറ്റക്കല്ല എന്നുള്ളതാണ്. പലരും ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാരും ഈ ഒരു സോണിൽപ്പെട്ടവരാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നടത്തിക്കൊണ്ട് നമുക്ക് ബാക്കി ക്ലാസ്സിലേക്ക് കടക്കാം. കാരണം ഇതൊന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് ബാക്കി ക്ലാസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാവുക. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ കാര്യം പറയുന്നത്. ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യം പറയാനാണ്. ഇതൊരു ഭാഗ്യം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല, ഇത് മാറ്റാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് ഇന്നത്തെ ഫുൾ സെഷൻ നമ്മൾ മനസ്സിലാക്കാൻ. ഞാനൊരു 15 മിനിറ്റ്സ് ടൈം നിങ്ങൾ എടുക്കുകയാണ്. നിങ്ങൾ കാണുക, മുഴുവൻ കേൾക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എഴുതി വെക്കുക, എന്നിട്ട് നിങ്ങളെ ബിസിനസ്സിനെ സക്സസ് ആക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. മറ്റൊരു ഉദ്ദേശവും ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടില്ല. ഇന്ന് ബിസിനസ് തകരുന്നതിൻ്റെ മാർക്കറ്റ് മോശമായത് കൊണ്ടോ പണമില്ലാത്തത് കൊണ്ടോ ഭാഗ്യമില്ലാത്തത് കൊണ്ടോ അല്ല.
എന്നുള്ള സത്യം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആദ്യം അറിയുക. കാരണം നമ്മൾ വിചാരിക്കുന്നത് മാർക്കറ്റ് മോശമാണ്, പണമില്ല, ഭാഗ്യമില്ല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നവർ, അതല്ല യഥാർത്ഥത്തിൽ തകരുന്നത് നമ്മൾ കാണാത്ത ചില ചെറിയ പക്ഷേ അപകടകരമായ തെറ്റുകൾ കൊണ്ടാണ് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ബോധ്യപ്പെടുത്താൻ. നിങ്ങൾ അത് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്തോളൂ. യെസ് 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 എന്ന് കമന്റ് ചെയ്യൂ. നമ്മൾ കാണാത്ത അപകടകരമായ ചില തെറ്റുകൾ കൊണ്ടാണ് എൻ്റെ ബിസിനസ് തകരുന്നത് എന്ന് അംഗീകരിക്കുന്നവർ താഴെ ടൈപ്പ് ചെയ്യൂ. പ്ലീസ് 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 കമോൺ 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 കമോൺ. യെസ് 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 ഓർ നോ, എന്തായാലും നിങ്ങളുടെ ആൻസർ എന്താണോ അത് തന്നെ കമന്റ് ചെയ്യുക. ഒരു എന്തായാലും ഐ എം എഗ്രി വിത്ത്. എനിക്കറിയാം, കാരണം കുറേ വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്യുന്നതുകൊണ്ടും ബിസിനസ് മാസ്റ്റർ പഠിച്ചതുകൊണ്ടും ഒക്കെ ആയതുകൊണ്ട് പറയാണ്, നമ്മളൊരു വേൾഡിനെ അവലോകനം ചെയ്യുന്നതുകൊണ്ട് പറയാണ്, നമ്മളുടെ ബിസിനസ് തകരുന്നതിന്റെ പ്രധാനപ്പെട്ട 5 ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് പറയുന്നത്. അത് നിങ്ങൾ കേൾക്കാം. ഒന്ന്, നിങ്ങളോട് തന്നെ അറിയാൻ പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളല്ല, നിങ്ങളുടെ തന്നെ അകത്തുള്ള ചില സാധനങ്ങളെ ഞാനൊന്ന് പുറത്തോട്ട് എടുത്തു തരുന്നത് മാത്രമേ ഉള്ളൂ. ബിസിനസ് തകരാൻ പോകുന്ന 5 വ്യക്തമായ കാരണങ്ങൾ നിങ്ങളുടെ അകത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ഇതിലൊന്നെങ്കിലും നിങ്ങൾക്കുള്ളിൽ ഉണ്ടെന്ന് നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇത് തിരുത്താൻ ശ്രമിക്കുക. നാളെ നിങ്ങളുടെ ബിസിനസ് വളർത്താനാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ തിരുത്തിയില്ലെങ്കിൽ നാളെ നിങ്ങളുടെ ബിസിനസ് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഫോർ ദ പോയിന്റ് നമ്പർ 1. റെഡിയാണല്ലോ അല്ലെ? പോയിന്റ് നമ്പർ 1 മറ്റൊന്നുമല്ല, ക്ലിയർ ഗോൾ ഇല്ലാത്ത ബിസിനസ്. അതായത് നമുക്ക് ലക്ഷ്യമില്ലാത്ത ഒരു ബിസിനസിന്റെ അവസ്ഥ പരാജയം മാത്രമാണെന്ന് പറയുമ്പോൾ, ഞാൻ ബിസിനസ് തുടങ്ങുമ്പോൾ ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. പലരും എന്നെ സമീപിക്കുമ്പോഴെല്ലാം ഞാൻ അവരോട് ചോദിക്കുന്ന കാര്യമുണ്ട്. കാരണം ഞാനും ബിസിനസ് തുടങ്ങുമ്പോൾ ഇങ്ങനെയല്ല, എനിക്ക് കൃത്യമായ ലക്ഷ്യത്തോടുകൂടി ഞാൻ ബിസിനസ് തുടങ്ങി. അതുകൊണ്ട് എൻ്റെ ലക്ഷ്യത്തിന് ഞാൻ ഫുൾഫിൽ ചെയ്ത് തന്നെ പോകുന്നുണ്ട്. ബിസിനസ് തുടങ്ങുമ്പോൾ ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യം, ഞാൻ ചോദിച്ചവരെല്ലാം ഉത്തരം പറഞ്ഞവരെല്ലാം ഇന്ന് സക്സസ്ഫുൾ ബിസിനസ്മാരായിട്ടുണ്ട് എന്നുള്ളത് അഭിമാനപൂർവ്വം പറയാൻ ശ്രമിക്കും. ബിസിനസ് തുടങ്ങുമ്പോൾ ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യത്തിലേ ഉള്ളൂ, നിങ്ങളുടെ ബിസിനസിന്റെ കൃത്യമായ ലക്ഷ്യം എന്താണ്? 90% ആൾക്കാരോട് പറഞ്ഞിട്ടുള്ള മറുപടി, ബിസിനസ് നന്നായി നടക്കണം, കൂടുതൽ വരുമാനം വേണം, ഒന്ന് ലൈഫിൽ സെറ്റിൽ ആവണം. പക്ഷേ ഇവരെല്ലാം പരാജയപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളത് സത്യമായി പറയാണ്. ഇതൊന്നും ഒരു ഗോളല്ല, ഇത് ഫുള്ളി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് തിരിച്ചറിയുക. കാരണം ഗോൾ ഇല്ലാത്ത ബിസിനസ് സ്റ്റിയറിംഗ് ഇല്ലാത്ത ഒരു വാഹനം പോലെയാണ്. നന്നായി നടക്കണം, എന്താണ് അതിനകത്ത് ഗോള്? പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല. കൂടുതൽ വരുമാനം വേണം, എന്താണ് അതിന്റെ ലക്ഷ്യം? ലക്ഷ്യം എന്താണ്? സെറ്റിലാകണം, എന്താണ് അതിനകത്ത് ലക്ഷ്യം? അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് മറ്റു വ്യത്യാസങ്ങൾ ഉണ്ടാവും, ഞാൻ പറഞ്ഞ വാക്കിന് നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഇതെല്ലാം അതുപോലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നതാണ് എന്നറിയുക. ഒരു സ്റ്റിയറിംഗ് ഇല്ലാത്ത വാഹനം പോലെ നിങ്ങൾ ഇങ്ങനെ ഓടിച്ചു പോകും. റിസൾട്ട്, ഡയറക്ഷൻ ഉണ്ടാവില്ല, ഡിസിഷൻ പവർ ഇല്ല, കൺസിസ്റ്റൻസി ഇല്ല, ഇങ്ങനെ പോകും. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഗോൾ ഇല്ലാത്ത ബിസിനസ് വിജയിക്കുകയില്ല, അത് വൈകാതെ തകരുക തന്നെ ചെയ്യും എന്നുള്ള ഒന്നാമത്തെ പോയിന്റ് പ്രിയ സുഹൃത്തുക്കൾ എഴുതി വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ഇറ്റ് നെവർ ഗോയിങ് ടു ഹാപ്പൻ. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ്, ഓണർ മൈൻഡ് സെറ്റ് ഇല്ലായ്മ എന്ന് പറയുന്നത്. നിങ്ങളൊരു എംപ്ലോയി തിങ്കിങ് ആണെങ്കിൽ എല്ലാ ബിസിനസ്സുകളും തകരുന്നത് ഉടമ ബിസിനസ്സിനെ സ്വന്തം കുഞ്ഞിനെ പോലെ കാണാതെ ജോലി പോലെ കാണുന്നത് കൊണ്ടാണ്. എൻ്റെ തന്നെ അനുഭവമാണ്. ബിസിനസ് നമ്മൾ ജോലിക്കാരനാവാൻ വേണ്ടിയിട്ടല്ല നമ്മൾ തുടങ്ങുന്നത്, മുതലാളിയാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുതലാളിയുടെ റോളും ജോലിക്കാരൻ്റെ റോളും രണ്ടാണെന്നുള്ള സത്യം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയുക. മുതലാളി ജോലിക്കാരനെ പോലെ ആയിക്കഴിഞ്ഞാൽ ജോലിക്കാരൻ മുതലാളി പോലെ ആവുന്ന അവസ്ഥ വന്നു പോകും. അതുകൊണ്ട് ഓരോ ഓണർ ചിന്തിക്കേണ്ടത് എന്താണെന്ന് ഞാനൊന്ന് നിങ്ങൾക്ക് വിശദമായി പറയാം. ഒരു എംപ്ലോയി ചിന്തിക്കുന്നത് എന്താണ്? ഇന്നില്ല, നാളെ നോക്കാം. മാർക്കറ്റ് വളരെ മോശമാണ്, എന്ത് ചെയ്യാൻ പറ്റും? കസ്റ്റമേഴ്സ് ഒന്നും ശരിയല്ല, ഐ ആം പെർഫെക്റ്റ്. ഇത് എംപ്ലോയിയുടെ മൈൻഡ് സെറ്റാണ്. പക്ഷെ ഒരു ബിസിനസ് ഓണറുടെ മൈൻഡ് സെറ്റ് ആയിരിക്കരുത്. എന്താണ് ഞാൻ മാറ്റേണ്ടത് എന്നുള്ള ചോദ്യം അയാൾ നിരന്തരം ചോദിച്ചു കൊണ്ടേയിരിക്കണം. എവിടെയാണ് പുതിയ അവസരങ്ങളെന്ന് അയാൾ നിരന്തരം അന്വേഷിച്ചു കൊണ്ടിരിക്കണം.
എനിക്ക് എപ്പോഴാണ് അപ്ഗ്രേഡേഷൻ ആവേണ്ടത് എന്ന് അയാൾ നിരന്തരം ചിന്തിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇവിടെ വേണ്ടത് മൈൻഡ് സെറ്റ് മാറണം. എംപ്ലോയി മൈൻഡ് സെറ്റിൽ നിന്നും ഓണർ മൈൻഡ് സെറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അല്ലാതെ മൈൻഡ് സെറ്റ് മാറാതിരിക്കുമ്പോൾ മാർക്കറ്റ് മാറില്ല, മണി ഫ്ലോ വരില്ല എന്ന തത്വം പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊന്ന് തിരിച്ചറിയുക. ഇത് വളരെ കൃത്യമായി പറയുന്ന കാര്യമാണ്. നിങ്ങളുടെ ചിന്ത ഒരു എംപ്ലോയിയുടെ ആണെങ്കിൽ നിങ്ങളുടെ ഇൻകം എന്നും ഒരു എംപ്ലോയി ലെവൽ തന്നെ ആയിരിക്കുമെന്ന സത്യം. മാറണ്ടേ? മാറണം അല്ലേ? മയസോർണോ ടൈപ്പ് ചെയ്ത് മാറണോ വേണ്ടയോ? മാറണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് പറയാം. നമ്മൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഫിയർ എന്ന് പറയും. അതായത് ഒറ്റ സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സെയിൽസ് ഭയമുള്ള ബിസിനസ് ഒരിക്കലും നിലനിൽക്കില്ല എന്നുള്ള തത്വം അറിയുക. വിൽക്കുക എന്നത് മാത്രമാണ് കച്ചവടത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. എനിക്ക് സെയിൽസ് സംസാരിക്കാൻ മടിയാണെന്ന് പറയുന്ന ബിസിനസ്സുകാരൻ യഥാർത്ഥത്തിൽ ബിസിനസ്സുകാരനല്ല. ഞാൻ പ്രൊമോഷൻ ചെയ്യുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ ബിസിനസ് ചെയ്യാൻ സാധിക്കില്ല. പീപ്പിളെ ഡിസ്റ്റർബൻസ് ചെയ്യാൻ തോന്നില്ല, പീപ്പിൾസിനെ ഡിസ്റ്റർബ് ചെയ്യാൻ തോന്നുന്നില്ല, ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്യാൻ തോന്നില്ല എന്ന് വിചാരിക്കുന്നവൻ ഒരിക്കലും ബിസിനസ് സക്സസ് ആവില്ല. ഓർക്കേണ്ടത് എത്രയാണ്? സെയിൽസ് ഇല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ ഉണ്ടാവില്ല. ക്യാഷ് ഫ്ലോ ഇല്ലെങ്കിൽ ബിസിനസ് ഡെഡ് ആണെന്ന് തിരിച്ചറിയുക. സെയിൽസ് നടക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കുക വേണം. അത് മനസ്സിലാക്കാം. അപ്പൊ സെയിൽസ് പറയാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ മാർക്കറ്റ് നിങ്ങളെ കളിയിൽ നിന്ന് പുറത്താക്കും എന്നുള്ളത് അറിയുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സെയിൽസിന്റെ കാര്യം പറയാം. ഇതിന് വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട എൻ്റെ ഒരു സെയിൽസിന്റെ കാര്യമാണ്. ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ നടത്തുന്ന ഒരു കോഴ്സാണ് ഇപ്പോൾ ബിസിനസ് ലോ ഓഫ് അട്രാക്ഷൻ ഫോർ ബിസിനസ് പീപ്പിൾ എന്ന് പറയുന്നത്. കച്ചവടക്കാർക്ക് അവരുടെ ബിസിനസ്സിനെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഒരു 7 ടെക്നിക്കുകൾ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കിലൂടെ വളരെ പവർഫുൾ ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സക്സസ് ആക്കാൻ പറ്റുന്ന 100% സക്സസ് റേറ്റ് ഉള്ള, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സക്സസ് റേറ്റ് ഉള്ളത്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കും സക്സസ് ആക്കാൻ പറ്റുന്ന, കസ്റ്റമർ അട്രാക്ട് ചെയ്യാനും മണി വിത്ത് യുവർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്താൻ പറ്റുന്ന ലോ ഓഫ് അട്രാക്ഷൻ ഫോർ ബിസിനസ് പീപ്പിൾ എന്ന കോഴ്സ് ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആണ്. യു ക്യാൻ ജോയിൻ റൈറ്റ് അവേ ടു ചേഞ്ച് യുവർ ബിസിനസ് ആക്ടിവിറ്റി. ഫെയിൽ ആവാൻ താല്പര്യമെങ്കിൽ ദാറ്റ്സ് അപ് ടു യു. എനിക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ. നിങ്ങൾ ഓരോരുത്തരും ജോയിൻ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം നിങ്ങൾ എല്ലാവരും ബിസിനസ് സക്സസ് ആകാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറും, ബിസിനസ് മാറും, സക്സസ് 100% നിങ്ങളിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് വരുന്നു. പ്രാക്ടീസ് ചെയ്യുക. കോഴ്സ് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് കോഴ്സ് ജോയിൻ ചെയ്യാം. വളരെ ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള റേറ്റിൽ മാത്രമാണ് കോഴ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി നിങ്ങൾ ബോധർ ചെയ്യേണ്ട. ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഒരു ജീവിതത്തിൽ ഒരു കപ്പലണ്ടി വാങ്ങിക്കാനുള്ള കാശ് മാത്രമേ ആകുന്നുള്ളൂ എന്ന് ഓരോ ബിസിനസ്സുകാരനും മനസ്സിലാക്കുക. ജംപ് ടു ദ സബ്ജക്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ പറയുന്നത് ജീവിതത്തെ മാറ്റുന്ന കാര്യങ്ങളാണ്, നിങ്ങളുടെ ബിസിനസ്സിനെ സക്സസ് ആക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, സിസ്റ്റം ഇല്ലെങ്കിൽ ഡിസിപ്ലിൻ ഉണ്ടാവില്ല എന്നറിയുക. സിസ്റ്റം ആൻഡ് ഡിസിപ്ലിൻ ആണ് ബിസിനസ് സക്സസിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. ഓരോ ദിവസങ്ങളിൽ വലിയ എനർജി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ പിന്നെ ആഴ്ചകളോളം സൈലൻസിലേക്ക് എത്തുന്ന അവസ്ഥ വരും. കുറേ കച്ചവടം വരും, പിന്നെ ഒന്നുമില്ലാത്ത പോവും, പിന്നെ നമ്മൾ മിണ്ടാതിരിക്കേണ്ട വരും. ഇത് ബിസിനസ് ആയിരിക്കില്ല. ഇത് മൂഡ് ബേസ്ഡ് ബിസിനസ് ആയി. നിങ്ങൾക്ക് മൂഡ് ഉണ്ടാകുമ്പോൾ ബിസിനസ് നടക്കും, നിങ്ങൾക്ക് മൂഡിലാക്കും ബിസിനസ് നടക്കില്ല എങ്കിൽ നിങ്ങളുടെ സിസ്റ്റം ഫെയിലിയർ ആണ്. സിസ്റ്റം ഇല്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ സിസ്റ്റം ഉണ്ടാക്കുക, ഡിസിപ്ലിൻ ഉണ്ടാക്കുക മാത്രമാണ് ബിസിനസ് വിജയത്തിന്റെ ലക്ഷ്യം എന്ന് അറിയുക. അപ്പോൾ സിസ്റ്റം ഇല്ലാത്ത ബിസിനസ്സുകളിൽ ഫോളോ അപ്പ് ഉണ്ടാവില്ല, കസ്റ്റമർ ട്രാക്കിംഗ് ഉണ്ടാവില്ല, ഡെയിലി ആക്ഷൻ ഉണ്ടാവില്ല, ആക്ഷൻ പ്ലാൻ ഉണ്ടാവില്ല. ഡിസിപ്ലിൻ ഇല്ലാത്തടത്തോളം കാലം ഗ്രോത്ത് ഒരിക്കലും സാധ്യമാവില്ല എന്നറിയുക. അപ്പോൾ മോട്ടിവേഷൻ കൊണ്ട് നമുക്ക് ബിസിനസ് തുടങ്ങാം, ഡിസിപ്ലിൻ കൊണ്ടാണ് ബിസിനസ് നിലനിർത്തുന്നത് എന്നറിയുക. ബിസിനസ്സിനെ നമ്മൾ ഡിസിപ്ലിനോടെ കൊണ്ടുവരാൻ തന്നെ സാധിക്കണം. അതിനുവേണ്ടി നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് തത്വം. ഇത് ഇത്രയും പറഞ്ഞ ക്ലിയർ ആയി കാണുന്നു പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സിസ്റ്റംസ് ഒക്കെ നമ്മൾ സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ, ബിസിനസ് അങ്ങനെയുള്ള സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ വി ആർ ഹിയർ.
നിങ്ങൾക്ക് സംസാരിക്കാം. താഴെ ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് നേരിട്ട് സംസാരിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലേണിംഗ് ആൻഡ് അപ്ഗ്രേഡേഷൻ എന്ന് പറയുന്നത്. അതായത് ഓരോ ബിസിനസ്സുകാരും, നിങ്ങൾ എന്ത് തന്നെ ബിസിനസ് ചെയ്തോളൂ, ഏത് തരത്തിലാവുള്ളൂ, മാറുന്ന മാർക്കറ്റിന്റെ സ്പീഡിനനുസരിച്ച് നിങ്ങൾക്ക് മാറാൻ സാധിച്ചില്ലെങ്കിൽ യു ആർ ഔട്ട് ഫ്രം ദ മാർക്കറ്റ്. ടൂൾസുകൾ മാറുന്നു, കസ്റ്റമർ മൈൻഡ് സെറ്റ് മാറുന്നു, ടെക്നോളജി മാറുന്നു. പക്ഷെ നിങ്ങൾ മാറിയില്ലെങ്കിൽ നിങ്ങൾ ഔട്ട് ആകും എന്നതിന് യാതൊരു തർക്കമില്ല. പക്ഷേ പല ബിസിനസ്സുകാരും ഓണറും പറയുന്നത് എന്താണ്, ഞാൻ 10 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, 20 വർഷമായി ചെയ്യുന്ന കാര്യമാണ്, എന്ത് മാറ്റാണ്, ഐ ആം ഓക്കെ എന്ന് പറയുന്നത്. എക്സ്പീരിയൻസ് എലോൺ ഈസ് നോട്ട് ഇനഫ്, അപ്ഗ്രേഡേറ്റഡ് എക്സ്പീരിയൻസ് ആണ് പവർ എന്നറിയുക. ഇത് മനസ്സിലാക്കി ചെയ്തവർ വിജയക്കൊടി പാടിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ലേണിംഗ് നിർത്തിയ ദിവസം നിങ്ങളുടെ ബിസിനസ് ഡെത്ത് ആവാൻ തുടങ്ങി എന്ന് മനസ്സിലാക്കുക. ലേണിംഗ് ആണ് ഒരു ബിസിനസ്സിന് ഏറ്റവും പവർഫുൾ ആയിട്ട്. അപ്പൊ സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, ബിസിനസ് തകരുന്നത് ഒരു ദിവസം കൊണ്ടല്ല, ചെറിയ തെറ്റുകൾ ദിവസേന ആവർത്തിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഓരോ മനസ്സിലാക്കുക. ഇന്ന് പറഞ്ഞ ഞാൻ 5 പോയിന്റുകൾ ഒന്നെങ്കിലും നിങ്ങളെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറ്റബോധത്തിനല്ല, കറക്ഷൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. ഇന്ന് തുടങ്ങാനുള്ള ദിവസമാണ്. കാരണം അവയർനെസ് ആണ് ആദ്യ വിജയം. നിങ്ങളുടെ ബിസിനസിന്റെ വിജയത്തിന്റെ അടിസ്ഥാനം ഇന്നത്തെ ഈ തുടക്കമാണ്. സോ ജോയിൻ ദ ക്ലാസ് റൈറ്റ് അവേ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് വരാം. നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ്, ഒരു സിസ്റ്റം, ഒരു സെയിൽസ് സ്ട്രാറ്റജി നിങ്ങൾ പഠിക്കാനും ഞാൻ നടത്തുന്ന ബിസിനസ് മാസ്റ്ററി പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്നു. യു ക്യാൻ ജോയിൻ റൈറ്റ് അവേ. നമ്മുടെ ലിങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ വിൽ സീ യു ദേർ. നിങ്ങൾ എല്ലാവരും ബിസിനസ് സക്സസ് ആക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനും അതെ, നിങ്ങളും അതെ. സോ വി വിൽ ഇൻ സെയിം വൈബ്രേഷൻ, സെയിം ഫ്രീക്വൻസിയിലാണ്. നമുക്ക് അവിടെ വെച്ച് കാണാം. കൂടുതൽ നിങ്ങളുടെ ഡിസ്കഷൻസ് ഒക്കെ അവിടെ എടുക്കാം. നിങ്ങളുടെ ബിസിനസ്സിന്റെ പ്രോബ്ലംസ് കേൾക്കാം. അതിനുള്ള പരിഹാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സോ വി ആർ ടുഗദർ ദേർ. Thank you very much. Dinesh Mungat signing off. Thank you all. See you next time.